ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹംസ ചട്ടിത്തൊടി. ഞാൻ ഇന്ന് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജിജേഷിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ജിജേഷിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജിജേഷ് നമ്മളെ ഈ ഇൻഡോർ പ്ലാന്റുകൾ പോട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വളരെ ഭംഗിയുള്ള സ്റ്റാൻഡുകളുടെ മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ജിജേഷ് ഉണ്ടാക്കിയിരുന്ന ഈ ബോക്സുകൾ പരിചയപ്പെടുന്ന ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേയധികം ആൾക്കാർ, വളരെയധികം, അതായത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള കസ്റ്റമേഴ്സ് അങ്ങനത്തെ ബോക്സുകൾ ജിജേഷിനോട് ആവശ്യപ്പെടുകയും പിന്നെ അതേപോലുള്ള കസ്റ്റമേഴ്സ് വേറെ ചില വെറൈറ്റിയിൽ ചില ബോക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ, ചില സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ വേറെ ചില കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡുകളാണ് ജിജേഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ സ്റ്റാൻഡുകൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ റേറ്റ് എന്താണ് അതിൻ്റെ മരം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജിജേഷിനെ വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജിജേഷിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. എൻ്റെ നേരത്തെ ജിജേഷിൻ്റെ വീട്ടിൽ വന്നുള്ള എപ്പിസോഡ് ചെയ്ത ആ വീഡിയോയിൽ നിങ്ങൾ ജിജേഷിനെ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ നല്ല ഒരു പ്ലാനിങ്ങിൽ സ്റ്റാൻഡുകൾ ചെയ്യുന്ന ജിജേഷ്. ആ ജിജേഷിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒരു ബോക്സുകളും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. അതിനു പകരം അതിന് ശേഷം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില സ്റ്റാൻഡുകൾ, ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡുകൾ ജിജേഷ് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് അതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് സ്റ്റാൻഡുകളാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജിജേഷ്. അപ്പോൾ ജിജേഷ് ഇതിൻ്റെ കാര്യങ്ങൾ പറയും. ഞാൻ ജിജേഷ്. അതെ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണില്ല. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറേ അമേസിങ് വുഡൻ സ്റ്റാൻഡുകളാണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡുകളാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്രേക്ഷകർ ദയവ് ചെയ്തിട്ട് നമ്മളെ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത്തരം വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാറാണ് പല ഡിഫറെൻ്റ് ഐഡിയകളുള്ള വീഡിയോസാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ഡിഫറെൻ്റ് ഐഡിയകളും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അത് വരുള്ളൂ. ആദ്യമായിട്ട് നമ്മളെ ജിജേഷിൻ്റെ നമ്മുടെ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. ഈ സ്റ്റാൻഡ് രണ്ട് ആയിട്ടാണുള്ളത്, ഒരേ മോഡല് രണ്ട് കളറിലാണുള്ളത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ രണ്ട് കളറിൽ ജിജേഷ്? അത് ചിലരുടെ വീട്ടിലെ ഫർണിച്ചറിന്റെ കളർ അനുസരിച്ചിട്ട് ചിലവർ ഈ ഒരു കളർ യെല്ലോയിഷ് കളർ വേണമെന്ന് പറയും, ചിലവർ റെഡിഷ് വേണമെന്ന് പറയും. അപ്പോൾ ഡിപ്പെൻസ് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഏത് കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം, അവരുടെ ആവശ്യത്തിനനുസരിച്ച്. ഒരു കസ്റ്റമർ പറഞ്ഞ അവർക്കൊരു ബീച്ച് കളർ വേണം, പെയിന്റിന്റെ കളർ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് നമ്മൾ വുഡിൽ ചെയ്തിട്ട് ആ കളർ നമ്മൾ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് വേറെ ഒരു മഹാഗണി അല്ലേ? അതെ, ഇതൊരു മഹാഗണി ഒരു ടൈപ്പ് ഒരു ഫിനിഷ് ആണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഡാർക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. വീട്ടിൽ വേണമെന്ന് പറയണവർക്ക് വീട്ടിയുടെ ഫിനിഷ് കൊടുക്കും. ചിലവർക്ക് തേക്കിന്റെ റിയൽ വുഡിന്റെ ഏകദേശം ആ ഒരു ഫിനിഷ് വേണമെന്നുള്ളവർക്ക് ആ ഒരു കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കളറിൽ എല്ലാവിധ ചേഞ്ചസും നമ്മൾ വരുത്തി കൊടുക്കാറുണ്ട്. ഇതിപ്പോ നമുക്ക് 1, 2, 3, 4, 5 വെറൈറ്റി ആയിട്ടുള്ള 5 തരത്തിലുള്ള പോട്ടുകളും അതിന്റെ പ്ലാന്റുകളും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഈ സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ വീട്ടിന്റെ ഉള്ളില്, നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ, നമ്മുടെ സിറ്റിംഗ് റൂമിലൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് അല്ലേ? അതെ, ഇതിൽ കുറച്ചുകൂടി ചെറിയ നല്ല സെറാമിക് പോട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അട്രാക്റ്റീവ് കാണാൻ ഭംഗിയുണ്ടായി, നല്ല ഭംഗിയുണ്ടായി. ഇതിപ്പോ ഒന്ന് ജസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ജിജേഷിന്റെ കയ്യിലുള്ള ചില പോട്ടുകൾ, ചില പ്ലാന്റുകൾ വെച്ചു എന്ന് മാത്രം. വ്യത്യാസം ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി വലിയ പോട്ടുകളാണ് അല്ലേ? അപ്പൊ ജിജേഷേ, ഇതിന്റെയൊക്കെ പ്രൈസ്, ഇതിന്റെ വില എന്താണ്? ഏറ്റവും കുറഞ്ഞ വില, അതായത് മാർക്കറ്റിൽ ഇതിനൊക്കെ നല്ല വില ആയിരിക്കും, പക്ഷെ ഏറ്റവും കുറഞ്ഞ വില എത്രയാണ് ജിജേഷ് പറയാ? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് തന്നെയാണ് ഇത് കൊടുക്കണുള്ളൂ. ഈ ഒരു പ്രൈസിൽ വേറെ എവിടെന്നും കിട്ടില്ല. നമ്മൾ ഒരു 1,850 1,850 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത്. വെറും 1,850 രൂപയാണ് ഇതിനുള്ളൂ അല്ലെ? ഇതിപ്പോ നമ്മൾ കൊറിയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കും, അയച്ചു കൊടുക്കും. അതല്ല കസ്റ്റമേഴ്സ് നേരിട്ട് വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അല്ല, കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒരു വലിയ സ്റ്റാൻഡ് ഇതെങ്ങനെ നമ്മൾ അസംബ്ലി മറ്റേത് നമ്മൾ സ്ക്രൂ കഴിച്ച് അത് പീസ് ആക്കിയിട്ട് അല്ലെ, പാർട്സ് ആക്കിയിട്ട് നമ്മൾ അത് പാക്ക് ചെയ്തിട്ട് അല്ലെ നല്ല രീതിയിൽ അയച്ചു കൊടുക്കും. ജിജേഷ് പണിത മറ്റൊരു
മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. ഇതും നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്താ ജിജേഷ പറയാനുള്ളത്? ഇതിപ്പോ നമ്മൾ ഈ ഒരു ഐറ്റം ഡിസൈൻ ചെയ്തുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അതാണ് ഇത് കുറച്ചും കൂടി ഹെവി ആണ്, കുറച്ച് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള രീതിയിലാണ്, ഹെവി ആണ് ഇത്. അപ്പൊ നമുക്ക് പ്ലാന്റ് വെക്കാൻ ഇത്ര ഹെവി ആയിട്ടുള്ളത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിനുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്നത് അല്ലേ? നമ്മള് ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലാന്റ്സിന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള നമ്മളെ ഇതിലിങ്ങനെ എത്ര വേണമെങ്കിലും ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്ക് വെക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ ഇതെന്താ വുഡ് എന്താണ്, മരം എന്താണിത്? ഇത് വന്നിട്ട് മഹാഗണിയിൽ അത് കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മൾ വുഡ് സ്റ്റെയിനറും ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ജിജേഷ് കൊടുക്കുന്നത്? ഇത് നമ്മള് 2500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ പറ്റും. 2500 കൊടുക്കുന്നത്. നല്ല മരമാണ്, നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് അല്ലെ, പ്ലാനാണിത്. ഇത് നമ്മള് കൊറിയർ ആയിട്ട് വേണമെങ്കിൽ അയച്ചു പാർട്ട് പാർട്ടാക്കിട്ട് മാറ്റിയിട്ട് പിന്നെ അത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേണത് അസംബിൾ ചെയ്യാം. നമ്മളെല്ലാം കൊറിയർ അയക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം അല്ലെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്റ്റാൻഡ് അല്ലെ. മൂന്നാമതായിട്ട് ജിജേഷ് പരിചയപ്പെടുന്ന സ്റ്റാൻഡാണിത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വേറൊരു മോഡലാണ്. ഇതൊരു 4 അടി ഉയരം വരും, 4 അടി ഹൈറ്റ് ആണ്, 4 അടി ഹൈറ്റ് വരും. നമ്മളെ സിറ്റിംഗ് റൂമിലൊക്കെ മൂലകളിലൊക്കെ കോർണറിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതെ, പിന്നെ ഇതൊരു 3 അടി ഹൈറ്റ്, ഇത് 2 അടി ഹൈറ്റ്, അങ്ങനെയാണ് 4, 3, 2 എന്നുള്ളൊരു പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണല്ലേ. ഇതിനൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത്? ലെങ്തിനനുസരിച്ച്, ഹൈറ്റിനനുസരിച്ച്. അതെ അതെ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഫുള്ള് ഇത്രയും കട്ടിയും കനമുള്ള മരം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വളരെ കാലത്ത് ലാസ്റ്റ് ചെയ്ത. അതെ അതെ, ആ ഒരു പ്രൗഡ് ഇത് കാണുമ്പോൾ ഒന്നുകൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മൾ വന്നിട്ട് ഒരു 1,850 ആണ് 4 അടി ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 3 അടി വരുമ്പോ 1,500, 1,500 രൂപയ്ക്കാണ് 3 അടി. പിന്നെ നമ്മള് 2 അടി നമ്മള് 1,250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ്. പിന്നെ വിശ്വസിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള മരമാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്ലൈവുഡ് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അടുത്ത ഒരു സ്റ്റാൻഡ് അല്ലേ. ഈ സ്റ്റാൻഡിനെ കുറിച്ച് എങ്ങനെയാ ജിജേഷ്? ഇതൊരു 3 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ്. കാണാൻ ഒരു പുതിയ മോഡലാണ്, ഒരു വെറൈറ്റി ആണ് അല്ലേ. ഇത് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഇത് നമ്മള് ഇത്രയും ഈ മരം തന്നെ നോക്കി അറിയാം, ഇത്രയും കട്ടിങ് കാനുള്ള റീപ്പറുകളും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആവും. ഇതൊക്കെ നമ്മൾ ഒരു 1,250 രൂപയ്ക്ക് 1,250 അല്ലേ. ജസ്റ്റ് 1,250 ഒരു സ്റ്റാൻഡിന്. ഇത് 2 അടിയോളം ഹൈറ്റും 3 അടിയോളം ഇതും പല കളറിലും പല അളവിലും പല വെറൈറ്റി ആയിട്ടുള്ള. അതെ, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് കളറിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് മറ്റൊരു സ്റ്റാൻഡ്. ഇതൊരു നല്ല ഹൈറ്റിലുള്ള ഒരു ബോക്സ് ആണ്. ആ ബോക്സിന്റെ ഏകദേശം ഈ ഹൈറ്റിൽ എന്തുണ്ട്, ഒരു തട്ടുണ്ട്. ആ തട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലാന്റ് വെക്കുന്നത്, നമ്മൾ പോട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള പോട്ട് വെക്കുന്നത്. ഇതിനെ കുറിച്ച് എന്താ ജിജേഷ് പറയാനുള്ളത്? ഇത് കൂടുതലും ഈ ലക്ഷറി ഹോട്ടൽസിലൊക്കെയാണ് അവരൊക്കെയാണ് ഓർഡർ ചെയ്യാറ്. കാരണം ഹോട്ടൽ, റിസോർട്ട്, റിസപ്ഷൻ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. ഫുള്ള് വുഡ് കവറിംഗ് ആണ്, ഫുള്ള് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോക്സ് ആണ് അല്ലേ. അത് ഏത് മരത്തിലുമാണ് നമുക്ക് ചെയ്യാം, ഏത് മരത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മറ്റേ റേറ്റ് എങ്ങനെ? ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് 2000 ഒക്കെ ചാർജ് വരുന്നുണ്ട്. കാരണം ഇത് ഫുള്ള് വുഡിലാണ്, വുഡ് കോട്ട് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ ഇതിനേക്കാൾ നല്ല റേറ്റ് ഉണ്ടായിരിക്കും. ഇതിപ്പോ ജിജേഷ് വളരെ കുറഞ്ഞ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രൈസിൽ കൊടുക്കാൻ പറ്റൂല്ലേ. അതേപോലെ മറ്റേ സ്റ്റാൻഡുകൾ ഇത് മറ്റൊരു വെറൈറ്റി, അതിന്റെ ഒരു കളർ ചേഞ്ച് ആണത്. അതേപോലെ ഇവിടെ മറ്റൊരു വെറൈറ്റി, ഇത് വേറെ വെറൈറ്റി. സെറാമിക്കിന്റെ ചെറിയ ചെറിയ പോട്ട്സ് ഒക്കെ അല്ലെ, ഇൻഡോർ പോട്ട്സുകളൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചാൽ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെ, നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇതോ ഈ ഒരു സാധനം അത് വന്നിട്ടൊരു ഹാങ്ങിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള. ഇതില് ജസ്റ്റ് റോപ്പ് കെട്ടി തൂക്കിയിട്ട് നമ്മളെ ഗ്ലാസ് ബൗളുകള് അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ട്സ് ചെറുതൊക്കെ നമ്മൾ ഇവിടെ തൂക്കിയിട്ട്. അപ്പൊ ഇതിനൊക്കെ എത്ര റേറ്റ് ജിജേഷ് കൊടുക്കുന്നത്? ഇതൊക്കെ വന്നിട്ട് ഈ കാണുന്ന അത്രയും കട്ടിയിൽ ഉണ്ടാവും മരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ വെറും 385 രൂപയ്ക്കാണ്. ഗ്ലാസ് ബൗളുകളൊക്കെ തൂക്കിയാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഏറ്റവും ലോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ശരി, അപ്പൊ ഇത് ജിജേഷ് ഇതിന്റെ വില പറഞ്ഞിട്ടില്ല. ഈ സ്റ്റാൻഡിന്റെ വില എത്രയാണ്? ഇത് നമ്മള് 975 975. ശരി, അങ്ങനെ അതേപോലെ ഇതോ
ഇത് നമ്മൾ സെയിം പ്രൈസിലാണ് കൊടുക്കുന്നത് 975. 975 റുപ്യാണ് ഇതൊക്കെ ഇപ്പൊ റീറ്റെയിൽ ആണോ ഹോൾസെയിൽ പ്രൈസ് ആണോ? നമുക്ക് എല്ലാം ഹോൾസെയിൽ പ്രൈസ് മാത്രമേ ഉള്ളൂ. ഹോൾസെയിൽ പ്രൈസിനാണ് ഇപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ? അതിപ്പോ ഒരു പീസ് എടുക്കുകയാണെങ്കിലും 10 പീസ് എടുക്കുകയാണെങ്കിലും അതിന്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അല്ലേ? കുറഞ്ഞ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും കട്ടി കനത്തിലുള്ള മരത്തിന്റെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് ആണ്. അതിനകത്ത് പെട്ടെന്നൊന്നും ഒരിക്കലും ഇത് ആവില്ല. ഇതിന് മേലെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. നമ്മളെ വർക്കിന്റെ ഒരു ക്വാളിറ്റി, നമ്മൾ ട്രഡീഷണലി കാർപ്പൻട്രി ഫാമിലിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി എല്ലാ പ്രോഡക്ട്സിലും കാണിക്കുന്നുണ്ട്. അതായത് മറ്റൊരു ഐറ്റം, അതായത് ഹാങ്ങിങ് സ്റ്റാൻഡ്, അതായത് ബോട്ടുകൾ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു തരം സ്റ്റാൻഡാണിത്. കണ്ടോ, ഈ രീതിയിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അതിന്റെ പ്ലേറ്റുകളാണ് ഇപ്പൊ ഇത്. അപ്പോൾ ഇതേപോലുള്ള കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ബോക്സുകൾ, ഇതേപോലെ ഏത് തരത്തിലുള്ള ഏത് പ്ലാനാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ മനസ്സിലുള്ള പ്ലാന് പോലെ നമുക്ക് ജിജേഷിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരച്ച് കാണിച്ചു കൊടുത്താൽ അതേ രീതിയിൽ ജിജേഷ് വളരെ കുറഞ്ഞ റേറ്റ്, വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് വളരെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ജിജേഷിൻ്റെ നമ്പർ അതേപോലെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക. അതേപോലെ ഇതിൻ്റെ മുമ്പേ ജിജേഷുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് ബോക്സുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഇൻബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കാണുക. കണ്ടിട്ട് മറ്റേ ബോക്സ് ആവശ്യമുള്ളവർ വളരെ കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജിജേഷുമായി ബന്ധപ്പെട്ടാൽ ജിജേഷിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് വാങ്ങാം, അതല്ലെങ്കിൽ മറ്റേ കൊറിയറായിട്ട് ജിജേഷ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മറ്റേ ജിജേഷുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.